പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിന്റെ കിരാതമായ ആക്രമണങ്ങൾ പാവപ്പെട്ട ഫലസ്തീനികളെ കൊന്നൊടുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആയുധങ്ങൾ ഉപയോഗിച്ച് സാധാരണക്കാരെ കൊലപ്പെടുത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് ഇസ്രായേൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഇസ്രായേലിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ രാഷ്ട്രങ്ങളും ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും ഒക്കെ അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനിടയിലാണ് സൗദി അറേബ്യയുടെ വാണിജ്യ മന്ത്രിയും അതുപോലെ അധിനിവേശ ഇസ്രായേലിന്റെ വ്യവസായ വാണിജ്യ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് വലിയ വിവാദമായിരിക്കുകയാണ്. എന്നാൽ ഈ കൂടിക്കാഴ്ചയെ ഫലസ്തീനിലുള്ള ചെറുത്തുനിൽപ്പ് പോരാളികൾ അതിനിശിതമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ബൈഡൻ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന അതീവ ഗുരുതരമാണ്. അദ്ദേഹം പറയുന്നത് താൽക്കാലികമായി വെടിനിർത്തിയാൽ ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിലുള്ള നോർമലൈസേഷൻ കരാർ പൂർത്തിയാക്കാമെന്നാണ്. അതായത് യുദ്ധം പൂർണ്ണമായി നിർത്തുക എന്ന് പോലുമല്ല, താൽക്കാലികമായി നിർത്തിയാൽ ആ ഒരു കരാറുമായി മുന്നോട്ട് പോകാമെന്നാണ്. ഈ പ്രസ്താവനകളുടെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് വായിക്കാൻ ഇത്ര പ്രയാസമുള്ള കാര്യമല്ല. അതായത് 4 ദിവസത്തേക്ക് വെടിനിർത്തിയാൽ ഈ കരാറുമായി ഒപ്പിട്ട് മുന്നോട്ട് പോകാനുള്ള ധൃതി കാട്ടിക്കൊണ്ടിരിക്കുകയാണ് പല രാഷ്ട്രങ്ങളും എന്നാണ് ഇത് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, അമേരിക്കയിലെ ഒരു മിലിറ്ററി ഇസ്രായേലിന്റെ എംബസിക്ക് മുന്നിൽ സ്വയം തീ കൊളുത്തി മരിച്ച സംഭവം വാർത്ത വന്നിരുന്നു. അതിന്റെ കാരണം ഫലസ്തീനിൽ ഇസ്രായേൽ നരഹത്യ നടത്തുന്നു, അല്ലെങ്കിൽ വംശഹത്യ നടത്തുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവനൊടുക്കിയിരിക്കുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹം അവസാനം വിളിച്ചു പറഞ്ഞ വാചകം ഫലസ്തീനിനെ സ്വതന്ത്രമാക്കൂ എന്നായിരുന്നു. അപ്പോൾ അമേരിക്കയുടെ സൈനിക തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ, സ്വയം ശരീരം പോലും അതിനുവേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകുന്ന ആളുകൾ അമേരിക്കൻ സൈനികരിൽ പോലും നിലനിൽക്കുമ്പോൾ ഇത്തരം അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലുമായി ഈ രൂപത്തിലുള്ള കരാറുകളുമായി മുന്നോട്ട് പോകാൻ വെമ്പൽ കൊള്ളുന്നു എന്ന് പറയുമ്പോൾ പൊതുവെ ലോകതലങ്ങളിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ പ്രതിരോധ സംഘങ്ങൾ തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയത്ത് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. ദുബായിൽ വെച്ച് നടന്ന ഒരു ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം തന്റെ നേരെ കടന്നു വന്ന് സംസാരിക്കുകയായിരുന്നു എന്നാണ് സൗദി അറേബ്യ ഇതിന് വിശദീകരണമായി നൽകിയിരിക്കുന്നത്. എന്നാൽ കൂടിക്കാഴ്ചക്കിടയിൽ പരസ്പരം നമ്പർ കൈമാറ്റം നടത്തുകയും പല കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്യുന്നത് അവിടെ നിന്ന് വന്ന വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ലോകത്ത് നിന്നെല്ലാം വലിയ പ്രതിഷേധം ഇസ്രായേലിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്ന യുദ്ധം തന്നെ മനുഷ്യരെ കൊല്ലുക, വംശഹത്യ നടത്തുക എന്നത് മാത്രമാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇത്രയും മാസം ഹമാസുമായും അവിടെയുള്ള റെസിസ്റ്റന്റ് സംഘങ്ങളുമായി യുദ്ധം നടത്തുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു ഹമാസിന്റെ നേതാവിനെ വകവരുത്താൻ ഇസ്രായേലിന് സാധിച്ചതായി വല്ല റിപ്പോർട്ടുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇസ്രായേലിന്റെ പല സൈനിക ഉദ്യോഗസ്ഥരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെ വരെ ഫലസ്തീൻ പോരാളികൾ വധിച്ചതിന്റെ ധാരാളം വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയത്ത് ഈ പോരാളികളോട് യുദ്ധം ചെയ്യാനോ അവരെ കീഴ്പ്പെടുത്താനോ ഇസ്രായേലിന് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അതേസമയത്ത് ഇസ്രായേൽ ചെയ്യുന്നത് അങ്ങോട്ട് സഹായം എത്തിക്കുന്നത് തടഞ്ഞ് പട്ടിണിക്കിട്ട് ഒരു രാഷ്ട്രത്തിലുള്ള സാധാരണക്കാരായ സിവിലിയന്മാരായ സ്ത്രീകളും പെൺകുട്ടികളും അടക്കമുള്ള ആളുകളെ കൊന്നൊടുക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, അന്താരാഷ്ട്ര കോടതിയിൽ വലിയ രൂപത്തിലുള്ള ചർച്ചയാണ് ഇസ്രായേലിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്താരാഷ്ട്ര കോടതിക്ക് കീഴിൽ ഒരു സൈനിക സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ തുടർ നടപടികൾ എന്താകുമെന്ന കാര്യം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കാരണം അതിനെല്ലാം തീരുമാനമെടുക്കേണ്ടത് UN സെക്യൂരിറ്റി കൗൺസിലിൽ വെച്ച് തന്നെയാണ്. പക്ഷേ സെക്യൂരിറ്റി കൗൺസിലിൽ ഏത് ഘട്ടങ്ങളിലും അവസാനമായി അമേരിക്ക വീറ്റോ ചെയ്യുന്നതാണ് നിലവിലുള്ള സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ നിന്ന് വന്ന വിധികൾക്കൊന്നും യാതൊരുവിധ പ്രസക്തിയുമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതേ സമയത്ത് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഈ കോടതി വിധിക്ക് പിന്നാലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാനും ചില രാഷ്ട്രങ്ങൾ ഒഴികെ ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങളും ഇസ്രായേലിന്റെ ഈ നിയമവിരുദ്ധമായ അല്ലെങ്കിൽ വാർ ക്രൈമിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്.